നമ്മൾ 20s ജീവിതത്തിൽ പ്രധാനമാണ് എന്ന് വിശ്വസിക്കുന്ന 90% കാര്യങ്ങളും ചിലപ്പോൾ അത്ര പ്രധാനപ്പെട്ടതാവണം എന്നില്ല. ആൻഡ് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ഇഗ്നോർ ചെയ്യുകയും ചെയ്യും. സോ നിങ്ങളിപ്പോൾ 20s ഒരാളാണെങ്കിൽ ആൻഡ് കറൻ്റ്ലി നിങ്ങൾ എത്തണം എന്ന് വിചാരിച്ച പൊസിഷനിൽ എത്താൻ സാധിക്കാത്ത ഒരാളാണെങ്കിൽ ദെൻ ദിസ് വീഡിയോ വിൽ ചേഞ്ച് എവറിത്തിങ്. ബിക്കോസ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഒരുപാട് സമയവും എനർജിയും ഒക്കെ സേവ് ചെയ്യും. Hello friends, it's me your brother and welcome back to another great episode. എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ കഷ്ടപ്പാട്. കാരണം ഞാനും 20s ഒരാൾ തന്നെയാണ്. ഈ ഒരു ടൈമിൽ നമുക്ക് ഭയങ്കര പ്രഷറായിരിക്കും. നല്ലൊരു ജോലി വേണം, നല്ലൊരു ലൈഫ് പാർട്ട്ണർ, ഒരു വീട് വാങ്ങിക്കുക, ട്രാവൽ ചെയ്യുക, ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവുക, അങ്ങനെ ഫുൾ പ്രഷറായിരിക്കും. സൊസൈറ്റി ഇതൊക്കെ ആയിരിക്കും നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ലൈഫിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളൊക്കെ ഈ ഒരു ബ്ലൂ പ്രിൻറ്റ് ഫോളോ ചെയ്തവരല്ല. പകരം അവർ മെയിൻലി 5 കാര്യങ്ങളിലായിരിക്കും ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക. സോ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ 20s ശരിക്കും മാറ്റർ ചെയ്യുന്ന 5 ഏരിയാസ് ഏതൊക്കെയാണ് എന്ന്. സോ ദാറ്റ് 20s കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാവാൻ സാധിക്കും. പക്ഷെ ആദ്യം നിങ്ങൾ പറ, നിങ്ങളുടെ ഈ 20s നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്ട്രെസ്ഡ് ആക്കുന്നത് എന്താണ്? ജോലിയാണോ, പൈസയാണോ, റിലേഷൻഷിപ്പാണോ, എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ എന്തൊക്കെയാണ് 20s മാറ്റർ ചെയ്യുന്നത് എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ചില മിത്തുകളെ അങ്ങോട്ട് ഡിസ്ട്രോയ് ചെയ്യാം. 20s വിശ്വസിക്കുന്ന ചില കള്ളങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 1, യു നീഡ് ടു ഹാവ് യുവർ കരിയർ ഫിഗേർഡ് ഔട്ട്. നിങ്ങൾ നിങ്ങളുടെ കരിയർ കണ്ടെത്തിയിട്ടുണ്ടാവണം എന്ന്. ആവറേജ് ആയിട്ട് ഒരാൾ ഏകദേശം 5 to 7 ടൈംസ് അവരുടെ കരിയർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ ഡ്രീം ജോബ് അതിപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാവണം എന്നില്ല. ഓർ മേ ബി ഒരു 2 വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾ ചിലപ്പോൾ അത് ഹെയ്റ്റ് ചെയ്തേക്കാം. നമ്പർ 2, യു ഷുഡ് ബി ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് ബൈ 25 വയസ്സാകുമ്പോഴേക്കും ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്ന്. സ്റ്റുഡൻറ്റ് ലോൺസ്, വീട്ടു ചെലവ്, എൻട്രി ലെവൽ സാലറി, ഇതൊക്കെ നോക്കുമ്പോൾ ഈ 25 വയസ്സാകുമ്പോഴേക്കും ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് പറയുന്നത് മെജോറിറ്റി ആളുകളുടെ ലൈഫിലും പോസിബിൾ അല്ല. നമ്പർ 3, എവ്രി വൺ എൽസ് ഹാസ് ഇറ്റ് ഫിഗേർഡ് ഔട്ട്. ബാക്കിയുള്ളവരൊക്കെ ഫുള്ള് സെറ്റായിട്ടുണ്ട് എന്ന്. നിങ്ങളുടെ ഫ്രണ്ട് ചിലപ്പോൾ തനിക്ക് പ്രൊമോഷൻ കിട്ടിയത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ബട്ട് അവർ ചിലപ്പോൾ ആഴ്ചയിൽ 70 മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്നുണ്ടാവും. മര്യാദയ്ക്കൊന്ന് ഉറങ്ങിയിട്ട് തന്നെ മാസങ്ങളായിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത് ഹൈലൈറ്റ്സ് മാത്രമാണ്. നമ്പർ 4, യു നീഡ് ടു ഫൈൻഡ് ദ വൺ ബിഫോർ 30. റഷ് ചെയ്ത് റിലേഷൻഷിപ്പിലോട്ട് പോയാൽ ഡിവോഴ്സ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് നിങ്ങളെ സ്വയം മനസ്സിലാവണം. സോ ഇതാണ് 20s ചില പ്രധാന മിത്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ ശരിക്കും നിങ്ങളുടെ മെൻ്റൽ പീസിനെ നശിപ്പിക്കുന്ന വിശ്വാസങ്ങളാണ്. ഓക്കെ, സോ ഇനി നമുക്ക് ശരിക്കും പ്രധാനപ്പെട്ട ആ 5 പില്ലേഴ്സ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ആൻഡ് ഇതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് കുറേ കൂടി ഈസിയായി മാറും. പില്ലർ നമ്പർ 1, ബിൽഡിംഗ് യുവർ ലേണിംഗ് സിസ്റ്റം. നിങ്ങളുടെ 20s എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ജോബ് കിട്ടാനുള്ള ടൈം അല്ല. അത് ശരിക്കും ഏത് ജോലിക്കും അഡാപ്റ്റ് ആവാൻ സാധിക്കുന്ന ഒരാളാവുക എന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സ്കിൽ എന്താണെന്നറിയോ? എങ്ങനെ പഠിക്കണം എന്ന് പഠിക്കലാണ്. ചിലപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി ആവണം എന്നില്ല. ബട്ട് റാപ്പിഡ്ലി പുതിയ സ്കിൽസ് അക്വയർ ചെയ്യാനുള്ളൊരു സിസ്റ്റം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ദെൻ നിങ്ങൾക്ക് അങ്ങനെ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യില്ല. സോ ഓരോ 3 മാസം കൂടുമ്പോഴും ഒരു സ്കില്ല് ചൂസ് ചെയ്യുക. അത് ഭയങ്കര ട്രെൻഡിങ്ങിൽ നിൽക്കുന്നതാവണം എന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളതാവണം. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് നിങ്ങൾ ആ സ്കില്ല് പഠിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ ലേണിംഗ് പ്രോസസ്സ് ഡോക്യുമെൻ്റ് ചെയ്യുക. ഈ സ്കില്ല് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും. സോ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ചിന്തിക്കുക, നിങ്ങൾ പഠിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് ഇതുവരെ പഠിക്കാൻ തുടങ്ങാത്ത ഏതെങ്കിലും സ്കില്ലുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏതാണ്? ഒരു ബുക്കും പേപ്പറും എടുത്തിട്ട് എഴുതി വെക്കാം. ഓക്കെ, പില്ലർ നമ്പർ 2, ബിൽഡിംഗ് ഒത്തൻറ്റിക് റിലേഷൻഷിപ്സ്. ഇതെന്ന് പറയുന്നത് നിങ്ങളെ സോൾമേറ്റിനെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ 1000 ഫോളോവേഴ്സ് ഉണ്ടാക്കുക എന്നൊന്നും അല്ല കേട്ടോ. ഡീപ്പ് ആൻഡ് ജെനുവിൻ ആയിട്ടുള്ള ഒരു 5 to 10 ആളുകളുമായിട്ട് റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യുക എന്നതാണ്. ആൻഡ് ആ ആളുകൾ ശരിക്കുമുള്ള നിങ്ങളെ അറിയുന്നവരായിരിക്കണം. ബിക്കോസ് ഇപ്പോൾ നിങ്ങൾ നല്ല ആളുകളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ദെൻ നിങ്ങൾ 30s ഭയങ്കര ലോൺലി ആയിട്ട് ഫീൽ ചെയ്യും. വർക്ക് ലോഡ് ഭയങ്കരമായിട്ട് കൂടുമ്പോൾ, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് കൂടുമ്പോൾ, ലൈഫ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആകുമ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും നിങ്ങളുടെ ഒരു ലൈഫ് ലൈൻ. ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി, അതാണ് റൂൾ. കുറേ ആളുകളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നതിൽ നല്ലത് കുറച്ച് ആളുകളുമായിട്ട്, നിങ്ങളെ ജെന്യുവൻ ആയിട്ട് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നതാണ്. സോ ജെന്യുവൻ ആയിട്ടുള്ള കണക്ഷൻസ് ബിൽഡ് ചെയ്യുക. പില്ലർ നമ്പർ 3, അണ്ടർസ്റ്റാൻഡിങ് യുവർ മണി സൈക്കോളജി. പെട്ടെന്ന് പൈസക്കാരനാവുക എന്നുള്ളത് വിടുക. പകരം നിങ്ങളുടെ 20s എന്ന് പറയുന്നത് പൈസയുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് മനസ്സിലാക്കുക എന്നതാണ്. കാരണം ഈ സൈക്കോളജി ആയിരിക്കും നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത്. മിക്ക ആൾക്കാരും ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ കൂടുതൽ പണം ഉണ്ടാക്കാം എന്നാണ്. ബട്ട് ശരിക്കും മാറ്റർ ചെയ്യുന്നത്
എന്തിനാണ് നിങ്ങൾ പൈസ ചെലവാക്കുന്നത്, നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി എന്നാൽ എന്താണ്, ആൻഡ് നിങ്ങളുടെ പേഴ്സണാലിറ്റിയുമായിട്ട് വർക്ക് ആവുന്ന സിസ്റ്റംസ് ബിൽഡ് ചെയ്യുക എന്നൊക്കെയാണ്. അല്ലാതെ അതിൻ്റെ ഓപ്പോസിറ്റ് ആവരുത്. നിങ്ങൾ എന്തിനാണ് ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കുന്നത് എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ എത്ര പൈസ ഉണ്ടാക്കിയാലും സെയിം മിസ്റ്റേക്ക് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, നിങ്ങളുടെ വരവ് ചെലവ് ട്രാക്ക് ചെയ്യുക. എത്ര പൈസ എന്തിനൊക്കെ നിങ്ങൾ ചിലവാക്കുന്നുണ്ട്, എത്ര ഇൻകം വരുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുക. എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ പാറ്റേൺ മനസ്സിലാവാനാണ്, ഒരു സെൽഫ് അവെയർനെസ് ഉണ്ടാവാനാണ്. ആൻഡ് ആ സെൽഫ് അവെയർനെസ് ആണ് ഏത് ഫൈനാൻഷ്യൽ അഡ്വൈസിനേക്കാളും വലുത്. ഞാൻ എൻ്റെ ചിലവുകൾ ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആൻഡ് ഇപ്പോൾ എനിക്ക് പൈസയുടെ കാര്യത്തിൽ കുറേ കൂടി ഒരു കൺട്രോൾ വന്നിട്ടുണ്ട്. സോ പ്ലീസ് ഡെവലപ്പ് that habit. പില്ലർ നമ്പർ 4, ഡെവലപ്പിംഗ് ഇമോഷണൽ റെസിലിയൻസ്. 20s നമ്മൾ ഒരുപാട് പ്രാവശ്യം ബ്രേക്ക് ആവും, ഒരുപാട് സെറ്റ് ബാക്സ് ആൻഡ് ഫെയിലിയേഴ്സ് ഒക്കെ ഉണ്ടാവും. സോ റിജക്ഷൻസ് ഫേസ് ചെയ്യുമോ, ഫെയിൽ ആവോ, ഡിസപ്പോയിൻറ്റഡ് ആവോ, ഇതൊന്നും അല്ല ചോദ്യം. ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നാലും ഇതിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. അതായത് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഇമോഷൻസിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി മാനേജ് ചെയ്യാൻ പഠിക്കുക. ഓരോ ഫെയിലിയറും നമുക്കുള്ള ഓരോ പാഠങ്ങളാണ് ഇന്ന് മനസ്സിലാക്കുക. ആൻഡ് നിങ്ങളെ സ്ട്രോങ് ആക്കി നിർത്താനുള്ള ഒരു പ്രാക്ടീസ് ബിൽഡ് ചെയ്യുക. അതിപ്പോൾ തെറാപ്പി ആവാം, മെഡിറ്റേഷൻ ആവാം, ജേർണലിംഗ് ആവാം, വാട്ട് എവർ ദാറ്റ് വർക്ക്സ് ഫോർ യു. സക്സസ്ഫുൾ ആവുന്ന ആളുകളൊക്കെ ഫെയിലിയറിനെ അവോയ്ഡ് ചെയ്യുന്നവരല്ല, മറിച്ച് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പഠിച്ചവരാണ്. സോ എന്താണ് സ്ട്രെസ്ഡ് ആവുമ്പോൾ നിങ്ങൾ ചെയ്യാറ്, അതൊന്ന് കമൻറ്റ് ചെയ്യുക. പില്ലർ നമ്പർ 5, എക്സ്പെരിമെൻറ്റിംഗ് വിത്ത് ഐഡൻറ്റിറ്റി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങളുടെ 20s എന്ന് പറയുന്നത് നിങ്ങളുടെ ഡിഫറെൻറ്റ് വേർഷൻസ് ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു ടൈമാണ്. അതിൽ നിങ്ങൾക്ക് ഫിറ്റ് ആവുന്നത് കണ്ടെത്തുന്നതാണ്. കാരണം ഈ ഒരു ടൈമിൽ നമുക്ക് കുറേ കൂടി ഫ്രീഡം ഉണ്ടാവും. ബിക്കോസ് ചേഞ്ചസ് ഉണ്ടാക്കുമ്പോഴും നിങ്ങൾക്ക് അങ്ങനെ മേജറായിട്ടുള്ള കോൺസിക്വൻസസ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് താമസം മാറാം, കരിയർ ചേഞ്ച് ചെയ്യാം, നല്ല റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ അത് എൻഡ് ചെയ്യാം, പുതിയ ഹോബീസ് സ്റ്റാർട്ട് ചെയ്യാം, കംപ്ലീറ്റ്ലി നിങ്ങളുടെ സ്റ്റൈല് റീഇൻവെൻറ്റ് ചെയ്യാം. ബട്ട് ഈ ഫ്രീഡം നിങ്ങൾ ഇൻറ്റൻഷനലി യൂസ് ചെയ്യുക. ചുമ്മാ എല്ലാത്തിലും പോയിട്ട് തലയിടുക എന്നല്ല, ബട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യുക. നിങ്ങളെ ക്യൂരിയസ് ആക്കുന്ന കാര്യങ്ങൾ ചെയ്യുക, അല്ലാതെ മറ്റുള്ളവർ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങളും ചെയ്യണം എന്നില്ല. എൻ്റെ ലൈഫ് കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്ക് എങ്ങനെയുള്ള ഒരാളാവണം എന്ന് ചിന്തിക്കുക. ദി ഇൻ്റഗ്രേഷൻ സ്ട്രാറ്റജി. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം വേണ്ടേ? അതിന് ഹെൽപ്പ് ചെയ്യുന്ന ചില സ്ട്രാറ്റജീസ് പറഞ്ഞുതരാം. ദ 3-month റൂൾ. ഓരോ 3 മാസം കൂടുമ്പോഴും ഇതിലേതെങ്കിലും ഒരു പില്ലറിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാം. എല്ലാതും കൂടി ഒറ്റയടിക്ക് മാറ്റാൻ ശ്രമിക്കരുത്, അത് നിങ്ങളെ ബേൺ ഔട്ട് ആക്കും. ദ റിവ്യൂ പ്രോസസ്സ്. എല്ലാ മാസവും നിങ്ങളെ സ്വയം ഒന്ന് വിലയിരുത്തുക. എന്തൊക്കെ വർക്ക് ആവുന്നുണ്ട്, എന്തൊക്കെ വർക്ക് ആവുന്നില്ല, എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് വരുത്തേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കുക. ദി സപ്പോർട്ട് സിസ്റ്റം. നിങ്ങളെപ്പോലെ ഇങ്ങനെ വളരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെങ്കിലും കണ്ടുപിടിക്കുക. അത് നിങ്ങളുടെ ലൈഫ് കുറേ കൂടി ഈസി ആക്കും. ദി ലോങ് ഗെയിം മൈൻഡ് സെറ്റ്. നിങ്ങൾ നിങ്ങളുടെ 20s വേണ്ടി മാത്രമല്ല ഒപ്റ്റിമൈസ് ചെയ്യുന്നത്, നിങ്ങൾ നിങ്ങളുടെ എൻറ്റയർ ലൈഫിൻ്റെ ഒരു ഫൗണ്ടേഷനാണ് ബിൽഡ് ചെയ്യുന്നത്. ആൻഡ് ഒരു കാര്യം ഇപ്പോഴേ പറയാം, നിങ്ങൾ ഈ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്താനും കളിയാക്കാനും ഒക്കെ കുറേ ആളുകളുണ്ടാവും. അപ്പോൾ ഉറപ്പിച്ചോ നിങ്ങൾ കറക്റ്റ് ട്രാക്കിൽ തന്നെയാണ് പോകുന്നത് എന്ന്. ആൻഡ് എനിക്കറിയാം നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, അപ്പോൾ എൻ്റെ കരിയറോ ഫൈനാൻഷ്യൽ ഗോൾസോ എൻ്റെ പാർട്ട്ണറോ ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ആൻഡ് ഹിയർ ഇസ് ദ ബ്യൂട്ടിഫുൾ ട്രൂത്ത്. ഈ 5 പില്ലേഴ്സിൽ നിങ്ങൾ ഫോക്കസ് ചെയ്താൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ലൈഫിലോട്ട് വരും. നിങ്ങൾ കോൺസ്റ്റൻ്റ്ലി പഠിച്ചുകൊണ്ടിരുന്നാൽ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരും. നല്ല റിലേഷൻഷിപ്സ് ഉണ്ടായാൽ ദെൻ നിങ്ങളുടെ നെറ്റ്വർക്ക്സ് നാച്ചുറലി ബിൽഡ് ആവും. മണി സൈക്കോളജി മനസ്സിലാക്കിയാൽ ദെൻ നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കും. ഇമോഷണലി റെസിലിയൻ്റ് ആയാൽ ബെറ്റർ റിസ്ക്സ് എടുക്കാൻ പറ്റും. നിങ്ങളുടെ ഐഡൻറ്റിറ്റിയുമായിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്താൽ ശരിയായ ആളുകളെയും അവസരങ്ങളെയും നിങ്ങൾ അട്രാക്ട് ചെയ്യും. സോ നിങ്ങൾ എന്ത് ചെയ്യുക? സ്റ്റെപ്പ് 1, ഈ 5 പില്ലേഴ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നുന്ന ഒരു പില്ലർ ചൂസ് ചെയ്യുക. സ്റ്റെപ്പ് 2, ആ പില്ലറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്മോൾ ആക്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യുക. സ്റ്റെപ്പ് 3, നിങ്ങളുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാനുള്ള ഒരു റിമൈൻഡർ സെറ്റ് ചെയ്യുക. സോ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന പില്ലർ? കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഓഫ് ടുഡേ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.